കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ പ്രേംകുമാർ സീരിയലുകൾ എൻഡോസൾഫാനേക്കാളും വളരെ വിഷമേറിയ സംഭവമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ സത്യമാണെന്ന് ശരാശരി മലയാളികൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. അതായത് വീടുകളിൽ നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളെ വളരെ പെരുപ്പിച്ച് കാണിച്ച് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അനേക സീരിയലുകളാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അതിനകത്തുള്ള അവരുടെ ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ് അവർ പറയുന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറു കുട്ടികൾക്ക് പോലും വളരെയധികം അരോചകം ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിപ്പം 2004, 2005 കാലഘട്ടങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് നിന്നിട്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാനും കൂട്ടുകാരനൂടെ ഈ സീരിയൽ വെക്കുന്ന സമയം ഇത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ. അതായത് ഈ ബഹളവും അതിനകത്തുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കഴിയുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം അരോചകം വരുന്ന ഒരു രീതിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്തെല്ലാം കൂടുതൽ കാണിക്കുന്നത് ഒന്നുകിൽ അമ്മായിയമ്മ അല്ലെ മരുമോളെ വളരെയധികം മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഓരോ ഇതിനകത്ത് ഇവർ സ്ക്രിപ്റ്റ് എഴുതുന്നത്. പ്രത്യേകിച്ച് ഈ പുതുതായിട്ട് വരുന്ന മരുമക്കൾ ഇത് കണ്ടിട്ട് വരുന്നവർ വിചാരിക്കുന്നത് അമ്മായിയമ്മ എല്ലാം ഈ സീരിയലിനകത്തുള്ള രീതിയിലുള്ളവരാണെന്നാണ്. വളരെയധികം മോശ സന്ദേശം നൽകി നമ്മുടെ പുതിയ തലമുറയെ കുടുംബത്തിനകത്ത് ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനം വേറെ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം, ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഇത്രയും വളരെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഈ ഒരു സാധനം വർഷങ്ങളായിട്ട് മെഗാ സീരിയലായിട്ട് ആയിരക്കണക്കിന് എപ്പിസോഡുകൾ ഇതിനകത്ത് വന്നിട്ട് ജനങ്ങൾ ഇതുവരെ പ്രതികരിച്ചില്ല. അതായത് ഇപ്പം നടൻ പ്രേംകുമാർ തന്നെ വന്ന് രംഗത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് കുറച്ച് പേരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നത്. അതായത് ഈ സീരിയലുകാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശുമ്പ്, കുന്നായ്മ ഇതിനെല്ലാം വിറ്റിട്ട് പൈസ ആക്കി മാറ്റുകയാണ്. സമൂഹത്തിന് എന്തെങ്കിലും നന്മയുള്ള കാര്യങ്ങളുണ്ടോ? ഞാനിപ്പം 1990 അല്ലെങ്കിൽ 2000 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ജീവിച്ചു വന്ന അന്നുള്ള ചെറിയ കുട്ടികൾ, അപ്പോൾ അന്നത്തുള്ള പല സീരിയലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആവേശം, നല്ല തമാശയുള്ള അല്ലെങ്കിൽ നല്ല ജീവിതഗന്ധിയായിട്ടുള്ള സന്ദേശം പറയുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് ഇപ്പം ഇത് കേൾക്കുന്ന പലർക്കും പറയാനായിട്ട് കഴിയും. അന്നത്തെ ആ സീരിയലുകളുടെയൊക്കെ ഒരു ക്വാളിറ്റി എല്ലാം നല്ലതാണെന്നല്ല, ഒരു ഏറെക്കുറെ ഒരു 70-80%. ഇന്നെന്താണ് 90-95% സീരിയലുകളും വളരെയധികം മോശം കാര്യങ്ങൾ, ഏറ്റവും സമൂഹത്തിന് ഒരു നന്മയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ചിലവർ പറയുന്നത് ഈ പറയുന്ന പ്രേംകുമാർ സീരിയൽ വഴിയാണ് വന്നത്. ഇദ്ദേഹം സീരിയൽ വഴിയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടിരിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യത്തിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വം. ഞാനൊരു പ്രസ്ഥാനത്ത് നിൽക്കുകയാണ്, അവിടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പോരായ്മ അല്ലെങ്കിൽ എൻ്റെ ആ അസ്തിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സീരിയൽ വഴി വന്നെന്ന് പറഞ്ഞ് ഈ സീരിയലിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. അതേസമയം വളരെ വിരലുണ്ടാവുന്ന ചില സിറ്റ്കോമുകൾ നമുക്കുണ്ട്. അത് പറയും, ഉദാഹരണത്തിന് ഇപ്പം ആലിയൻസ് എന്ന് പറയുന്നത്, അതുപോലെ ഉപ്പും മുളകും, ഇതുപോലുള്ള കാര്യങ്ങളിനകത്താണെങ്കിൽ നെഗറ്റിവിറ്റി വളരെ കുറവാണ്. അതിനകത്ത് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൻ പുറത്തെ പല കാര്യങ്ങളും വളരെ പച്ചയായിട്ട് അതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട്. അതിനകത്ത് നെഗറ്റിവിറ്റി ഞാനും ഇത് കാണാറുണ്ട്. അതിനകത്ത് നെഗറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇതിനകത്തുള്ള ഈ 90-95% സീരിയലിനകത്തുള്ള എന്താണ്? അമ്മായിയമ്മ പോര്, നാത്തും പോര്, കൊല, പീഡനം, മേക്കപ്പ് കണ്ട ഛർദ്ദിക്കാൻ വരിക, പിന്നെ കണ്ണിലും പുറത്തുമെല്ലാം ഓവറായിട്ടുള്ള മേക്കപ്പ്, ലിപ്സ്റ്റിക്ക് ഇതെല്ലാം കൂടെ പറ്റുക. പിന്നെ ഇതിനകത്തുള്ള കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുന്നത് നല്ല 10,000-20,000 രൂപയുടെയൊക്കെ സാരിയൊക്കെ ചുറ്റിയാണ് പോയി അവർ കിടക്കാൻ പോകുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ സമൂഹത്തിലുണ്ടാകുന്ന ഒരു മാധ്യമം ഇത്രയധികം വിഷം ചീറ്റുകയും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള വാല്യൂസ് കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ കുടുംബത്തിനകത്ത് വിഷം ചീറ്റിച്ച് അനാവശ്യമായിട്ടുള്ള സന്ദേശം നൽകി പുതുതലമുറയെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആ പരിപാടി മാറ്റണമെന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ കാതലായ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഫാമിലി പിന്തുടരുന്ന എന്തെങ്കിലും ഒരു കാര്യമാണോ ഇതിനകത്ത് കാണാൻ കഴിയുന്നത്? ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറിങ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും മോശപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ഫോഴ്സ്ഫുള്ളി ഇത് കാണേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുമായിട്ട് എന്തെങ്കിലും ഒരു താല്പര്യമുള്ളൊരു ചാനൽ വെക്കുമ്പോൾ എല്ലാം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത, നിലവാരമില്ലാത്ത, ഏറ്റവും ചവറായിട്ടുള്ള ഈ സാധനം കാണേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് വെറുതെ കുറച്ച് അന്ധവിശ്വാസങ്ങളും മന്ത്രവാദികൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതിൻ്റെ പ്രശ്നം, ആ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ ഒരാൾക്ക് 3 ഭർത്താവ് അല്ലെങ്കിൽ ഒരുത്തിക്ക് 4 കാമുകന്മാർ, ഇതൊക്കെ എന്താണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം? സമൂഹത്തിൽ ഇത് അപൂർവമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഹൈലൈറ്റ് ചെയ്താണോ നമ്മൾ ഇന്ന് മുന്നിലുള്ള പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ യുവജനങ്ങൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്? ചുമ്മാ മുഖത്ത് കുറച്ച് പൊട്ടിയടിച്ചിട്ട് വായി തോന്നുന്ന പിച്ചും പേയും പറയുകയാണ്. അതാണ് മിക്ക സീരിയലും നമ്മളൊന്ന് വെറുതെ ഒരു 2-3 മിനിറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കൊന്ന് അനലൈസ് ചെയ്യും, ഇതിനകത്തുള്ള ഇമോഷൻസ്, ഏത് തരത്തിലുള്ള ഇമോഷനാണ് മനുഷ്യനെ ട്രിഗർ ചെയ്യുന്നത്? വെറുപ്പ്, ദുരാചാരം, വിദ്വേഷം, അല്ലെങ്കിൽ പ്രതികാരം, അവിഹിതം, ഇതൊക്കെയാണ് ഒരു മനുഷ്യന് ക്വാളിറ്റി ഉണ്ടാക്കുന്ന സാധനങ്ങൾ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. പൊതുവെ ഇവന്മാർ ഈ സീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സ്ത്രീകൾ മൊത്തം അസൂയുള്ളവരാണെന്നും അവർ
വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് കണ്ണീരും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിൽ ഭയങ്കര ഈഗോ ഉള്ളവരാണെന്നും ഉള്ളതാണ് ഇതിനകത്തുനിന്ന് സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അല്ലെ ഫൗണ്ടേഷൻ നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ മറ്റു ചിലർ പറയും ഈ സീരിയൽ കൊണ്ട് കുറച്ച് പേരൊക്കെ ജീവിക്കുന്നുണ്ടെന്ന്. ജീവിച്ചോട്ടെ, അവർ സീരിയൽ കൊണ്ട് ജീവിച്ചോട്ടെ, പക്ഷേ ഇതിനകത്ത് വരേണ്ടത് മനുഷ്യന് നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത, വാല്യൂ ഇല്ലാത്ത, ഏറ്റവും നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് വിറ്റിട്ട്, അതായത് കള്ളും കഞ്ചാവും അതുപോലുള്ള മാരവസ്തുക്കൾ വിറ്റ് പണം ഉണ്ടാക്കുന്നവരെക്കാൾ മോശമാണ്. ഇവിടെ നമ്മൾ ഫോഴ്സ്ഫുള്ളി അനേക ആൾക്കാർ ഈ ചാനലുകളിൽ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതുകൊണ്ട് കാണുവാൻ ബാധ്യസ്ഥരായി മാറിയിരിക്കുകയാണ്. അവർക്ക് ടൈം പാസും മറ്റൊന്നുമില്ല, വേറെ ക്വാളിറ്റി ഉള്ള പ്രോഗ്രാം പലപ്പോഴും അതിനകത്ത് കാണുന്നില്ല, അല്ലെങ്കിൽ ചിലവർ ഇതിനകത്ത് അഡിക്റ്റായി പോയവർ കാണും. അപ്പം നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ കാണുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് പ്രതികരിക്കുക, മറ്റുള്ളവരിലേക്ക് ഇതിനകത്തുള്ള ഒരു ബോധവൽക്കരണം നമ്മളാലാവുകയും ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫ്രം റോബിൻ അലക്സാണ്ടർ.